ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ് പാർട്ട് 2-ലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹാർഡ്ലി ഹാഡ് ദ മീറ്റിംഗ് ബിഗെയിൻ ദാൻ ദ പവർ സപ്ലൈ ഹാസ് ഇൻറ്ററപ്റ്റഡ്. നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഹാർഡ്ലി ആണെങ്കിൽ നമ്മൾ ഏതാ യൂസ് ചെയ്യേണ്ടത്? വെൻ ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഏതാ ആൻസർ? ഓപ്ഷൻ എ, വെൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈച്ച് ഓഫ് ദ കാൻഡിഡേറ്റ്സ് ഹാവ് സബ്മിറ്റഡ് ദെയർ ഡോക്യുമെൻറ്റ്സ് ബിഫോർ ദ ഡെഡ് ലൈൻ. ഈച്ച് ഓഫ് ദ എന്ന് പറയുമ്പം ഏതാണ്? സിംഗുലർ ആയിട്ടാണ് വരുന്നത്. ഈച്ച് ഓഫ് ദ കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഹാവ് അല്ല, ഹാസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ ഹാസ് സബ്മിറ്റഡ് ആണ് റൈറ്റ് ആൻസർ. ഇതും ഒരു കോൺകോഡിലെ, ഇംഗ്ലീഷിലെ കോൺകോഡിലെ പാർട്ടിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ് ഇത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ ടീച്ചർ ആസ്ക്ഡ് ദ സ്റ്റുഡൻസ് ദാറ്റ് വൈ ദേ വർ ആബ്സെൻറ്റ് യെസ്റ്റർഡേ. നമുക്ക് ഈ സെൻറ്റൻസ് കാണുമ്പോൾ മനസ്സിലാവും, ടീച്ചർ ആസ്ക് ചോദിക്കല്ലേ ചെയ്യുന്നത്. അപ്പോൾ ദാറ്റ് വൈ എന്നൊരിക്കലും വരൂല. എന്താ? ദാറ്റ് വരൂല, വൈ ദേ വർ ആബ്സെൻറ്റ് യെസ്റ്റർഡേ എന്നേ വരൂ. ഇതിൻ്റെ ഓപ്ഷൻ ബി ആണ് ആൻസർ. നാലാമത്തെ ചോദ്യം, നോ ലെസ് ദാൻ 50 സ്റ്റുഡൻസ് വാസ് സെലക്റ്റഡ് ഫോർ ദ ഫൈനൽ റൗണ്ട്. ഇവിടെ 50 സ്റ്റുഡൻസ് എന്ന് പറയുന്നത് എന്താ? പ്ലൂരൽ സബ്ജക്റ്റ് അല്ലേ? അപ്പോൾ ഇവിടെ എന്താ? വാസ് സെലക്റ്റഡ് ആണോ വരിക? അല്ല. എന്താണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി, വേർ സെലക്റ്റഡ് ആണ് വരുന്നത്. അഞ്ചാമത്തെ ചോദ്യം, ദ കമ്പനി ഈസ് ലുക്കിംഗ് ഫോർവേഡ് ടു എക്സ്പാൻഡ് ഇറ്റ്സ് ബിസിനസ് ഓവർസീസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്, എക്സ്പാൻഡിങ്. കാരണം ഇവിടെ എന്താ? ടു കഴിഞ്ഞിട്ടൊരു ജൊറണ്ടാണ് വരേണ്ടത്. ആറാമത്തെ ചോദ്യം, ഹി ബിഹേവ്സ് ആസ് ഇഫ് ഹി വാസ് ദ ഓണർ ഓഫ് ദ എൻറ്റയർ ബിൽഡിംഗ്. ഇവിടെ ആസിഫ് എന്നുള്ളതിൻ്റെ അർത്ഥം എന്നാ? അതുപോലെ എന്നുള്ളതാണ് ആസിഫ് എന്ന് പറയുന്നത്. ഈ ആസിഫ് അല്ലെങ്കിൽ ഐ വിഷ് എന്നൊക്കെ വരുമ്പം ഇത് ആക്ച്വലി എന്താ? റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ അല്ല അല്ലേ? ആസിഫും ഐ വിഷ് എന്നൊക്കെ പറയുമ്പം ഇതൊരു അൺറിയലിസ്റ്റിക് ആണ്. അൺറിയലിസ്റ്റിക് സിറ്റുവേഷൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് വേർ. വാസ് റിയലിസ്റ്റിക് സിറ്റുവേഷനിൽ ഉപയോഗിക്കുന്നതാണ് വാസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി, വേർ ദ ഓണർ ഓഫ് ദ എൻറ്റയർ ബിൽഡിംഗ്. ഏഴാമത്തെ ചോദ്യം, ദ നമ്പർ ഓഫ് അപ്ലിക്കൻസ് ആർ ഇൻക്രീസിങ് എവറി ഇയർ. എന്താ ഇതിൻ്റെ ആൻസർ? ഓപ്ഷൻ എ, ഈസ് ഇൻക്രീസിങ് ആണ്. കാരണം എന്താ? ദ നമ്പർ ഓഫ് അപ്ലിക്കൻസ് എന്ന് പറയുന്നത് എന്താ? ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ്. ആൻഡ് ഈസ് ഇൻക്രീസിങ് ആണ് അവിടെ വരിക. എട്ടാമത്തെ ചോദ്യം, ബിസൈഡ്സ് ഗിവിംഗ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഹി ഓൾസോ പ്രൊവൈഡഡ് ദം മോറൽ ഗൈഡൻസ്. ഇതിൽ കറക്റ്റ് സെൻറ്റൻസ് ഏതാ നമുക്ക് നോക്കാം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ, മോറൽ ഗൈഡൻസ് ടു ദം ആണ്. മോറൽ ഗൈഡൻസ് ടു ദം. ദം മോറൽ ഗൈഡൻസ് അല്ല, മോറൽ ഗൈഡൻസ് ടു ദം ആണ് ആൻസർ. ഒൻപതാമത്തെ ചോദ്യം, ഹാഡ് ഐ ന്യൂ അബൌട്ട് ദ ട്രാഫിക് ജാം ഏർലിയർ ഐ വുഡ് ഹാവ് സ്റ്റാർട്ടഡ് സൂണർ. ഇതും മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഹാഡ് ഇവിടെ ഐ വുഡ് ഹാവ് സ്റ്റാർട്ടഡ് എന്ന് പറയുമ്പം എന്താണ്? നേരത്തെ തുടങ്ങുമായിരുന്നു, ആദ്യമേ അറിഞ്ഞില്ലെങ്കിൽ തുടങ്ങുമായിരുന്നു എന്നല്ലേ പറയണ്ടേ? അപ്പം ഇവിടെ ഇത് ഏത് ഫോമിലാണ് വരുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ് സെൻറ്റൻസിൽ എന്ത് വേണം? അപ്പം നോൺ. ഇവിടെ ന്യൂ അല്ല, നോൺ ആണ് വരേണ്ടത്. V3 ഫോമാണ് വരേണ്ടത്. അപ്പം ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. പത്താമത്തെ ചോദ്യം, വൺ ഓഫ് മൈ ക്ലോസസ്റ്റ് ഫ്രണ്ട്സ് ഈസ് പ്രിപ്പയറിംഗ് ഫോർ ദ സിവിൽ സർവീസ് എക്സാമിനേഷൻ.
ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഊപ്സ് എന്ന് പറഞ്ഞ കോഡും നമ്മൾ ഓർമ്മിച്ചാൽ മതി. അതായത് വൺ ഓഫ് ദ പ്ലൂരൽ സബ്ജക്റ്റും സിംഗുലർ വേർബും. സിംഗുലർ വേർബ്. അപ്പോൾ പ്ലൂരൽ സബ്ജക്റ്റ് പ്ലൂരലാണെങ്കിൽ സിംഗുലർ വേർബ് ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതാ ഇത്? തെറ്റാണോ? അല്ല. ഈസ് പ്രിപ്പയറിങ് തന്നെയല്ലേ. ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എന്താ? പ്ലൂരൽ സബ്ജക്റ്റാണ്. സിംഗുലർ വേർബ് എന്താ? ഈസ്. അപ്പം നോ ഇംപ്രൂവ്മെൻറ്റ്. ഓക്കെ, താങ്ക് യു.